ഹായ് ഹലോ, ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കേരളത്തിലോട്ടൊരു യാത്ര പോവുകയാണ്. അപ്പോൾ ഓൺ ദ വേ ചെറിയൊരു ഷോപ്പിംഗ് നടത്തുവാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കടയിൽ കയറി. എനിക്ക് ചെരുപ്പില്ലായിരുന്നു കേട്ടോ, ചെരുപ്പ് മേടിക്കാനായിട്ട് കയറിയാണ്. ചെരുപ്പില്ലാന്നല്ല, ചെരുപ്പ് പഴയതായി. അങ്ങനെ നമ്മൾ ചെരുപ്പ് മേടിക്കാൻ കയറിയതാണ്. പിന്നെ ആബിക്കുട്ടിൻ്റെ അവിടെ അത് കയറിയപ്പോൾ ടോയ്സ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ടോയ്സും മേടിച്ചു. അങ്ങനെ ഞങ്ങൾ അടിപൊളി സെലക്ഷനൊക്കെയാണ്, ചെരുപ്പിന് നിറയെ സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ഒരു ചെരുപ്പ് എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത ചെരുപ്പ്. അത് കഴിഞ്ഞ് ഫാൻസി ഐറ്റംസൊക്കെ കുറച്ച് നോക്കി കേട്ടോ. നല്ല അടിപൊളി സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വില കുറവായിരുന്നു കേട്ടോ. പിന്നെ നല്ല കമ്മലുകൾ, നല്ല അടിപൊളി കമ്മലുകളുടെ സെലക്ഷനും ഉണ്ടായിരുന്നു. അതും എല്ലാം വില കുറവായിരുന്നു. പിന്നെ അബിക്കുട്ടിനെ ടോയ്സ് മേടിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കേരളത്തിലേക്ക് യാത്ര പോവുകയാണ്. ചേച്ചിയുടെ കൊച്ചിൻ്റെ നൂലുകെട്ട് ചടങ്ങിന് പോകണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുഴിത്തറ റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ സൈശേട്ടൻ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് മേടിക്കാൻ പോയിരിക്കുകയാണ്. നമ്മൾ ട്രെയിനിൽ 1:30ക്കാണ് കേട്ടോ. കോട്ടയം പാസഞ്ചറിലാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ കുഴിത്തറ റെയിൽവേ സ്റ്റേഷൻ. ഈ സമയം 12:30 കഴിഞ്ഞത് കേട്ടോ. പിന്നെ ട്രെയിനിലിരുന്ന് കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു കേട്ടോ. ട്രെയിനിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ 1:30 വന്ന ട്രെയിന് നമ്മളെ പരൂർ എത്തിയപ്പോഴത്തേക്ക് ഒരു 4:30 കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇന്ന് ആ പാസഞ്ചർ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റോപ്പിലും നിർത്തിയാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ലേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ പരൂർ, എൻ്റെ സ്വന്തം നാടായ പരൂർ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ കേട്ടോ. അപ്പോൾ ഇത് കോട്ടയം പാസഞ്ചറാണ്. അത് കഴിഞ്ഞൊരു കടയിൽ കയറി ജ്യൂസ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വർണ്ണക്കടയിൽ പോയി കുഞ്ഞിന് ചരടുകെട്ടിനിടാൻ വേണ്ടിയിട്ടുള്ള സ്വർണ്ണമൊക്കെ എടുത്തു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് തിരികെ വീട്ടിലോട്ട് പോകാൻ നേരം കടയിൽ നിന്ന് നമുക്ക് കലണ്ടറൊക്കെ തന്നു. നമ്മുടെ വർഷം അവസാനമായതുകൊണ്ട് കലണ്ടർ മേടിച്ചു. അപ്പോൾ എനിക്ക് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് മലയാളം കലണ്ടർ അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ചടങ്ങ് കഴിഞ്ഞു. നേരെ വീട്ടിലോട്ട് തിരിച്ച് തമിഴ്നാട്ടിലോട്ട് പോകാൻ പോവുകയാണ്. നമ്മൾ കേരളയിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് പോകണം കേട്ടോ, ഞാനും മോനും. അബി ചടങ്ങ് വീഡിയോ ഞാൻ ഫുൾ എടുക്കാത്തത്, വീഡിയോ നല്ല ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ 2 ദിവസം കേരളത്തിൽ നിന്നിട്ടാണ് തിരികെ ഈ തമിഴ്നാട്ടിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ പോകാൻ നേരത്താണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ട്രെയിൻ അവിടെ ഒരു കൊല്ലത്തേക്ക് പോകുന്ന ട്രെയിൻ അവിടെ പിടിച്ചിട്ടു. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ബോഗി നിന്ന് പുക ഉയർന്നതുകൊണ്ട് അവിടെ പിടിച്ചിട്ടതാണ്. നമ്മുടെ പരൂർ സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിനാണത് കേട്ടോ. അങ്ങനെ കുറേ നേരം എഞ്ചിനീയറൊക്കെ വന്നു അതെല്ലാം നോക്കി ശരിയാക്കിയതിന് ശേഷമാണ് ആ ട്രെയിൻ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ഇന്ന് ഞങ്ങളുടെ ട്രെയിൻ വന്നു. ഞങ്ങളും പിന്നെ തിരികെ തമിഴ്നാട്ടിലോട്ട് പോകുകയാണ്. പോകുന്ന വഴിക്ക് അടിപൊളി സ്ഥലങ്ങൾ കേട്ടോ. നല്ല കൃഷിയും കാര്യങ്ങളൊക്കെയാണ് തമിഴ്നാട്ടിലോട്ട് അടുക്കുമ്പം. ട്രെയിനൊരു തുരങ്കത്തിൽ കയറിയതാണ്. എപ്പോഴും തുരങ്കത്തിൽ കയറിയാലും ഭയങ്കര ബഹളമാണ് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയായി. ഞങ്ങൾ നല്ല വിശന്ന് ടയേർഡായിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ കയറി ബിരിയാണി കഴിച്ചു. അപ്പം നമ്മുടെ കോലം കൊണ്ട് ആരും പേടിക്കരുത്, യാത്ര ചെയ്ത ക്ഷീണമാണ് കേട്ടോ മുഖത്ത്. പിന്നെ നമ്മളവിടെ നേരെ ചന്തയിൽ പോയി. വൈകിട്ടത്തെ കറി വയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് ചിക്കനൊക്കെ എടുത്തു കേട്ടോ. കാരണം അന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ നമ്മൾ ക്രിസ്മസിന് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചിക്കൻ എടുത്തത്. ചിക്കൻ വീട്ടിൽ വന്നിട്ട് കറി വെക്കണം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ വഴറ്റുവാണ്. പിന്നെ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി കേട്ടോ, അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 6 മണിയായി കേട്ടോ. ഞാൻ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ചോറിനെ കഴിച്ച് നമുക്കിനി ലൈറ്റ് കാണാൻ പോകണം. ഇന്ന് ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ആയിട്ട് നമുക്ക് ലൈറ്റ് കാണാൻ പോകണം. അപ്പോൾ ഉള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകോട് ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതും വഴറ്റി കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു തക്കാളി എടുത്തിട്ട് അതും അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് നല്ലവണ്ണം തക്കാളിക്ക് വെന്ത് ഉടഞ്ഞ് പരുവാകുമ്പോഴാണ് നമ്മൾ പൊടി ചേർക്കുന്നത്, മസാല ചേർക്കുന്നത്. മസാല നമ്മൾ ചൂടിൽ നല്ല ചൂടാക്കി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷമാണ് മസാല ഈ ഇതിലോട്ട് തട്ടുന്നത് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മളതിലേക്ക് ഇറച്ചി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇറച്ചി കഷ്ണം ഇട്ടതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ച് ഒഴിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ച് തിളപ്പിച്ച് നല്ല പറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ ചിക്കൻ കറി റെസിപ്പി കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മൾ കഞ്ഞിക്ക് വെള്ളം അടുപ്പിട്ടായിരുന്നു. വെളിയിൽ അടുപ്പിലാണ് കഞ്ഞിക്ക് ഇട്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ അരി നോക്കി, അരി വേവാറായി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അരി വെന്ത് റെഡിയായി കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡിയായി, ചോറും റെഡിയായി. ഇനി നമ്മൾ ലൈറ്റ് കണ്ടതിന് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുള്ളൂ. എന്നിട്ട് രാത്രി ഫുഡ് കഴിക്കാനാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് കാണാൻ പോയി വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചതെടുത്ത് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്യുന്നത് സൈഷേട്ടനാണ് കേട്ടോ. സൈഷേട്ടനാണ് നല്ല അടിപൊളിയായിട്ട് ചിക്കൻ ഫ്രൈ അതിൻ്റെ മസാലയൊക്കെ നല്ലവണ്ണം റെഡിയാക്കി തരും.
പിന്നെ ഫ്രൈ ചെയ്യുന്നത് ഞാനാണ്. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ക്രിസ്മസ് അടിച്ചു പൊളിച്ചു. പിന്നെ കുറച്ച് പപ്പടം ഇരിപ്പുണ്ടായിരുന്നു, കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്, നല്ല പപ്പടമാണ്. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെ പപ്പടം, നല്ല പപ്പടം, പൊള്ളുന്ന പപ്പടമൊന്നും കിട്ടാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ പോയിട്ട് വരുമ്പോൾ പപ്പടം എപ്പോഴും കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ പപ്പടവും പൊരിച്ചു, രാത്രിത്തെ ഫുഡ് കഴിച്ചു. ചിക്കൻ ഫ്രൈയും കറിയും പപ്പടവും വെച്ചിട്ട് അന്ന് ഫുഡ് നല്ലവണ്ണം കഴിച്ചു. നമ്മളങ്ങനെ ക്രിസ്മസ് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. താങ്ക് യു.